experience. മതി അല്ല എന്താ അറിയാം അവസരല്ലേ വന്നേ പറ്റൂ അറിയാലോ സ്ട്രിക്റ്റ് ഓർഡറാ പെട്രോളിങ് സ്ട്രോങ് ആക്കാനായിട്ട് അപ്പോൾ ആള് പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ ഇപ്പം എത്തും എന്താ ഒരു ഫ്ലാസ്കിലേ ഇച്ചിരി കട്ടൻ ചായ എടുത്തു തരട്ടെ അതാ ജീപ്പിന്റെ സൈഡിൽ വെച്ചാൽ മതി. വേണ്ടടി നമ്മളിപ്പോ ജനമേത്രി പോലീസല്ലേ രാത്രി ഉറക്കൊഴിഞ്ഞ് വരുന്നവന്മാർക്കൊക്കെ കട്ടൻ ചായ കൊടുക്കണം നമുക്ക് അപ്പരുടെകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ കട്ടൻ ചായ കുടിക്കും 2 പട കഴിക്കും. തലവേദന മാറിയോ? കുഴപ്പമില്ല തലവേദന ഇതല്ലല്ലോ ഈ നൈറ്റ് ഡ്യൂട്ടി കേൾക്കുമ്പോഴേ തലവേദനയാണ്. കാരണം ഓരോരുത്തർ വെള്ളം അടിച്ച് കഞ്ചാവ് അടിച്ചിട്ട് കറങ്ങി വരും പിന്നെ അവന്മാരുടെ മുട്ടാൻ നിൽക്കണം. അവരോടൊന്നും പറയാൻ നിക്കല്ലേ. എടി നോക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ? ഇടപെടേണ്ടത് ഇടപെടണം, നടപടി എടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂട്ടി. പറഞ്ഞിട്ട് കാര്യമില്ല. അടി പിന്നെ പത്രത്തിന്റെ പൈസയും ബില്ലും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ടേബിളിന്റെ മേലെ അടുത്ത് കൊടുത്തേക്കണം രാവിലെ വരുമ്പോഴത്തേക്ക്. സാധനം വാങ്ങിക്കണായിരുന്നു ചേട്ടാ, സാധനം ഒക്കെ തീർന്നു. എന്താ പഠിക്കാനുള്ള പലചരക്ക് സാധനമൊക്കെ ഞാനൊന്ന് വാട്സാപ്പ് ചെയ്യട്ടെ, കടയിൽ കൊടുത്താൽ മതി ചേട്ടാ, കഴിച്ചു കൊടുത്താൽ മതി. മോനെ എന്തമ്മ എന്റെ തലയിൽ തേക്കുന്ന എണ്ണ തീർന്ന് തിരിച്ചു വരുമ്പോ നീ അതും കൂടെ വാങ്ങിച്ചോണ്ട് വരണേ. എണ്ണ തീരാറായമ്മ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളും കൂടെ എടുത്ത് തേക്കും. ഞാനല്ല അല്ല തങ്കം, അതിന് അവക്ക് കൂടെ തലവേദന വരുന്നത്. അപ്പൊ കുളിക്കാൻ നേരത്ത് ചൊട്ടെടുത്ത് തലയിലോട്ട് തേക്കും. അവക്ക് പറ്റുന്ന എണ്ണ വെച്ചാ പോരെ, വയസ്സായവർ എണ്ണ തേക്കേണ്ട വല്ല കാര്യം ഉണ്ടാകുമ്പോ നല്ല എണ്ണയാ, തലവേദന മാറും. അതിപ്പോ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട, നീ പോയിട്ട് ഒന്ന് വാങ്ങിച്ചോണ്ട് വാ. എന്തായാലും ഇവിടെ മെസ്സേജ് ഇടുന്നുണ്ട്, അപ്പൊ അതിന്റെ കൂടെ അവിടെ ഇട്ടാലും ചില മറന്നു തുടങ്ങില്ലേ. പോയിട്ട് അവിടെ പോണോ? ചപ്പാത്തി വേണോ അതോ കഞ്ഞി വേണോ രാത്രി? എന്റെ പോനടി ചപ്പാത്തിക്ക് ഭയങ്കര കട്ടി, ചവയ്ക്കാനൊന്നും എന്നെ കൊണ്ടൊക്കത്തില്ല, എനിക്ക് കഞ്ഞി മതി. അപ്പൊ നമുക്ക് രണ്ടും കഞ്ഞി കുടിക്കാം. രമ്യ ഡാൻസ് ടീച്ചർ. ആടി എന്തുപറ്റി? അയ്യോ അതെങ്ങനെ ശരിയാവും? ഇത്രയും പഠിപ്പിച്ചിട്ടാ? ഫാസ്റ്റ് നീ അവരോട് പറ ശരിയാവത്തില്ലെന്ന് പറ. ഇനി നമുക്ക് രണ്ടുപേരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് പറ. എന്റെ ഈശ്വരാ, എന്റെ ദൈവം, ഇനി ഇത്ര ദിവസത്തിനുള്ളിൽ ആരെ പഠിപ്പിച്ചെടുക്കും? വേണ്ടേ രണ്ടുപേര്? നീ ആരെങ്കിലും നോക്ക്. ഞാൻ ആരെ നോക്കാനാ ദൈവമേ? ശരി. ദൈവമേ, കൊടു പാസ് പൊട്ട പാസ് കൊടുത്തിട്ട് ആണില്ല. ആ കൂടതോ തള്ളിയിട്ട് കഴിച്ചതക്കടോ. എന്തുവാണ് ഇത്? നോക്കിയാടാ, എപ്പ എടുത്ത് വെച്ചേക്കണതാടാ? നീ ഫോണാണോ തിന്നുന്നത്? ഞാൻ കഴിച്ചോളാം. അമ്മ ഫോൺ തന്നില്ല. 24 മണിക്കൂറും അതെ ഈ ഗെയിം കളി. നീ മേലെ ഫോണിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. കഴിച്ചടാ ഇത്, കണ്ണ് പൊട്ടിപ്പോവും. അവന് ഓർമ്മയില്ല, വെളിവുമില്ല. ഇതിനകത്തോട്ട് ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോളും. എപ്പ കൊടുത്തേക്കണതാ? നീ ഫോൺ എടുക്കണ എനിക്കൊന്ന് കാണണമല്ലോ. വേണ്ടെന്ന് ഓർക്കുമ്പോ ചെറുക്കന് വേഷം കിട്ടും. ചേച്ചി ആടി വാടി. എന്താണ് ബഹളം? എപ്പ കൊടുത്തേക്കണെന്നറിയാം? ഒരു കഷ്ണം പുട്ടും ഇച്ചിരി കറിയും. എന്താടാ അത് തൊട്ടിട്ടില്ല അവൻ. അവന് ഫോണിന് കളിക്കണം, വീഡിയോ ഗെയിം. അവിടെ ഇത് തന്നെ, അവിടെ നല്ലുവാ. ഇനി അവിടെ വരുമ്പോ ഫോൺ കൊടുക്കരുത് കേട്ടാ. അവൻ നന്നാവോ നോക്കട്ടെ. കഴിക്കട വേഗം. ഒരു തരിയില്ലാതെ കഴിച്ചിട്ട് നിന്നെ വിടുള്ളൂ. ചേച്ചി ഇങ്ങ് വന്നൊരു കാര്യം പറയട്ടെ. പറഞ്ഞോടി ചേച്ചി. നമ്മുടെ മറ്റേ തിരുവാതിരയില്ലേ, ഞങ്ങളുടെ തിരുവാതിരയില്ലേ, എന്തായത്? അതെല്ലാരും പഠിച്ച് സെറ്റായിരുന്നു. 20 പേരും ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ച് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പതേ അവിടുന്ന് വിളിച്ചേക്കുന്നു. എന്തുപറ്റി? പരിപാടി മാറ്റിയില്ല, അത് 2 പേരും മാറി.
അയ്യോ അവർക്ക് എന്തോ ആ ഡേറ്റിന് വരാൻ പറ്റത്തില്ലെന്ന്. അത് കൊള്ളാം. അതെന്തോ എല്ലാം പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴേ ചേച്ചി പറയുന്നത് എത്ര ദിവസമായി അതിന്റെ പുറകെ നടക്കുന്ന. അതെന്തോ ഒരു വിലയില്ലേ നമ്മുടെ വരാൻ പറ്റത്തില്ലെന്ന്. ആ ഡേറ്റ് അവർക്ക് പ്രശ്നമാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡേറ്റ് മാറിയെന്ന്. അപ്പൊ ആ ഡേറ്റ് അവർക്ക് പറ്റത്തില്ലെന്ന്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അവരാണെങ്കിൽ ഒരുവിധം പഠിച്ച് നന്നായി കളിക്കുകയും ചെയ്യുന്ന രണ്ടുപേരായിരുന്നു. ഇനിയിപ്പോ ഇവര് പഠിക്കാനുള്ള സമയമുണ്ട്. ഇനി ആരെങ്കിലും വെച്ച് പഠിക്കാന്ന് വെച്ചാൽ ഇനി രണ്ടുപേരെ സെറ്റാക്കി എടുക്കണം നമ്മള്. അത് നമ്മള് കഷ്ടപ്പെടണം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉത്തരവാദിത്തമായി പോയില്ലേ. അതല്ല, എങ്ങനെയെങ്കിലും നമുക്ക് പഠിപ്പിച്ചെടുക്കാം. പക്ഷെ രണ്ടുപേരെ വേണ്ടേ? ഇത് തന്നെ 20 പേരെ എങ്ങനെ ഒപ്പിച്ചതെന്ന് എനിക്കും രമ്യക്കും മാത്രമേ അറിയത്തുള്ളൂ. ആരും ഈ പരിസരത്തൊക്കെ ഒന്നും നോക്കാറുന്നില്ല. പരിസരത്തുള്ള എല്ലാവരും ഉണ്ട്. ഒരുവിധം ഡാൻസ് കളിക്കുന്ന എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരുടെ അമ്മമാരെങ്കിലും ഒക്കെ അവരൊക്കെ തന്നെ ചേച്ചി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഞാനൊരു ഐഡിയ പറയട്ടെ. ഒരാള് ചേച്ചി വരും. ഞാനോ? എന്ത് ഞാൻ എന്തുവാണ് ചേച്ചി? ഇങ്ങോട്ട് വന്നേ. ചേച്ചിക്ക് നല്ല മെയ് വഴക്കമുള്ള ആളാണ്. മെയ് വഴക്കമുണ്ട്. അത് പിന്നെ ഞാനൊരു കലാകാരിയല്ലേ. അങ്ങനെ അതുകൊണ്ടല്ല, എനിക്ക് ഒന്നാമത്തെ സമയമില്ല ലില്ലി. ഇതിന്റെ കൂടെ പഠിക്കണം. നിങ്ങളുടെയൊക്കെ സമയത്തിന് വരാൻ എനിക്ക് ചേച്ചിയുടെ സമയത്തിന് ഞങ്ങൾ വന്നോളാം. വേണ്ട, ഞാൻ പറയട്ടെ ചേച്ചി. ഞാൻ കൊറേ ചേച്ചി എന്റെയും കൂടെ ഉത്തരവാദിത്തമായി പോയില്ലേ ചേച്ചി? എന്റെ മാനസികാവസ്ഥ ഒന്നും മനസ്സിലാക്ക്. എടിയാ, ഇപ്പൊ ഒരാളെ കിട്ടിയാ മതിയോ? രണ്ടുപേരെ കിട്ടണ്ടേ? രണ്ടുപേരാണോ? ഒരാളെ നമുക്ക് അമ്മായി അടുത്തൊന്ന് പറഞ്ഞു നോക്കാം. അന്നാ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ. അമ്മായി കളിക്കും. അപ്പൊ അമ്മായി ഒന്ന്, അതുപോലെ തന്നെ വേറൊരാളും കൂടി ഉണ്ട്. അതാരാ? സുലി ചേച്ചി. അമ്മായി സുലി ചേച്ചി. അത് കറക്റ്റ്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു ഐഡിയ പറയട്ടെ. അമ്മായി കളിക്കില്ലെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. അമ്മായി ഇനി അവിടുന്ന് ഇവിടെ വരെ വരണ്ടേ? ചേച്ചിയും സുലി ചേച്ചി. ഇടി, ഞാൻ എന്നെ ഒഴിവാക്ക്. ചേച്ചിനെ എന്തിനാ ഒഴിവാക്കുന്നത്? എനിക്ക് ആകെ പ്രതീക്ഷ ചേച്ചിയിൽ മാത്രമേ ഉള്ളൂ. ചേച്ചി പോലും കളിക്കുവാന്ന് അറിയാൻ പാടില്ല മര്യാദക്ക്. അതൊക്കെ കളിക്കും. ഞാൻ പറയട്ടെ, എനിക്ക് എന്താ പ്രശ്നം എന്താന്ന് വെച്ചാല് പഞ്ചായത്തിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 100 പ്രാവശ്യം എനിക്ക് പഞ്ചായത്തിൽ പോകേണ്ടി വരും. അതൊന്നും അവസാനം നിങ്ങൾക്ക് എന്നെ കൊണ്ട് പാടാ. ഞാൻ പറയട്ടെ, ഒരു ഫൈനൽ ഒരു 2 ദിവസം നമുക്ക് എല്ലാവരുടെയും കൂടെ വെക്കാം. ബാക്കിയുള്ള ദിവസമൊക്കെ 2-3 പേരെ ഇങ്ങോട്ട് വിളിക്കാൻ, എന്നിട്ട് ഇവിടെ വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെച്ച് പഠിപ്പിക്കാം. ഞാൻ പാടില്ല അതിനകത്ത്. ചേച്ചിക്ക് അറിയാൻ പാടില്ലാത്തവരാണ് അവിടെ ഉള്ളത്. എല്ലാവരും ചേച്ചിനെ അറിയുന്നവരാണ്. ചേച്ചി വന്നാൽ മതി. ബാക്കി എല്ലാ ഡ്രസ്സും ഓർണമെന്റ്സും എല്ലാം സെറ്റാണ്. നിങ്ങൾ രണ്ടുപേരും വന്നാൽ മാത്രം മതി. ചതിക്കല്ലേ ചേച്ചി? എന്ത് എവറസ്റ്റ് കയറാനൊന്നുമല്ലല്ലോ പറഞ്ഞത്. നിസ്സാരമായിട്ടുള്ള കാര്യമല്ലേ? ചതിക്കല്ലേ ചേച്ചി? പ്ലീസ് ചേച്ചി, ഞാൻ സുലി ചേച്ചിയും കൂടെ കണ്ടിട്ട് പോവാം. സുലി ചേച്ചി സമ്മതിക്കും. ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞാൽ സുലി ചേച്ചി സമ്മതിക്കും. ഞാൻ വിളിച്ച് പറയുവേ. ഒന്നും കൂടി ആരെങ്കിലും ഇല്ല, ഇനി ആരെയും കിട്ടണ്ട. അല്ല, നോക്ക നീ ചേച്ചി. കറക്റ്റാ ചേച്ചി. നമ്മളെല്ലാരും കൂടെ 20 പേര് നിൽക്കുമ്പോ കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ 2 രൂപയാണെ കറക്റ്റ്. ഞാൻ ഈ വണ്ണം വെച്ചിട്ട് എങ്ങനെ കളിക്കാം? അയ്യോ, പിന്നെ ഞങ്ങൾക്കാർക്കും വണ്ണം ഇല്ലല്ലോ. സെറ്റ്. ഇനി മാറ്റി പറയല്ലേ ലില്ലി. വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കണേ. ഇല്ല, നോക്കത്തില്ല. തിരുവാതിരക്കോ? ഞാനാ? ഈ തിരുവാതിരക്കോ? ഞാനെന്ന് പറയുന്നത് ആഴെ മറിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. എന്റെ സുലിച്ചേച്ചി കൂടിപ്പോയ ഒരു 10 സ്റ്റെപ്പ്, 10 സ്റ്റെപ്പേ ഉള്ളു. അത് ഞാൻ നല്ല വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. എന്റെ പൊന്നിലില്ലേ, ഈ പ്രായത്തിൽ തിരുവാതിര കളിച്ചാൽ എന്തിനുള്ള? ഈ പ്രായത്തിലെന്ന് പറഞ്ഞാൽ സുലിച്ചേച്ചി കുഴിയിലോട്ട് കാൽ നീട്ടിയിരിക്കുവാണോ? അല്ലല്ലോ. സുലിച്ചേച്ചിനേലും പ്രായമുള്ളവർ അവിടെ കളിക്കുന്നത്. നാണക്കേടാണ്. ഇപ്പൊ കൈകൊട്ടിക്കളിയിലൊക്കെ പ്രായമുള്ളവരൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ടാ? പറന്നാ കളിക്കുന്നത്. അതെ, ഞാൻ ഡാൻസ് പോലും പഠിച്ചില്ല. അവരൊക്കെ കൊച്ചിലേ ചിലപ്പോ പഠിച്ചിട്ടുണ്ടാവും. അതാണ്, ഡാൻസ് അറിയണ്ട. ഡാൻസ് അറിയുന്നവരെ പഠിപ്പിച്ചെടുക്കാൻ പാടാ. അറിയാത്തവരാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പഠിപ്പിച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരും. സിമ്പിൾ. ഇതുപോലെ അങ്ങ് കളിച്ചാൽ മതി. അതൊന്നും എന്നെ കൊണ്ടും ഇങ്ങനെയൊന്നും വഴങ്ങൂലല്ലേ. ഇങ്ങനൊന്ന് കാണിച്ചേ. പറ്റൂലാണ്ടാ, ഒരു വൃത്തിയില്ല. കറക്റ്റ്. ആ കൈ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഒന്ന് അടുപ്പിച്ചാൽ മതി. കൊള്ളൂല, ഒരു കുഴപ്പമില്ല. പറ്റൂല. അതുമല്ല തമ്പിച്ചേട്ടൻ ഇനിയിപ്പോ സമ്മതിക്കുമെന്ന്. തമ്പിച്ചേട്ടന്റെ കാര്യം സുലിച്ചേച്ചി പറയണ്ട. തമ്പിച്ചേട്ടന്റെ കാര്യം മനസ്സിലാവും. കാരണവേ തമ്പിച്ചേട്ടൻ ഒരു കലാകാരനാ. മറ്റൊരു കലാകാരിയുടെ വേദന മനസ്സിലാവും. എന്റെ സുലിച്ചേച്ചി ചതിക്കല്ലേ? ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. പ്ലീസ്. പറ്റൂല, എന്നെ കൊണ്ട് പറ്റാത്തോണ്ടാണല്ലേ. ഒരു കുഴപ്പമില്ല. സുലിച്ചേച്ചിക്ക് എന്നെ വിശ്വാസമുണ്ടോ? എന്നെ വിശ്വാസമില്ലേ? ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ചേച്ചിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് നിന്നാൽ മതി. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. തങ്കമുണ്ടാ? പിന്നില്ലേ. ചുമ്മാതാ. ചേച്ചിയുണ്ട്. എങ്കിൽ പിന്നെ ഞാനും വരാം. ചേച്ചിയും സുലിച്ചേച്ചിയും കൂടെ അടുത്ത് നിന്നോ. അല്ല, പിന്നെ നേരിയത് കാണോ? ഡ്രസ്സും ഓർണമെന്റ്സും ഒന്നും വേണ്ട. നിങ്ങൾ കയ്യും വീശി വന്നാൽ മതി. നമുക്ക് ഒരു ദിവസം അവിടെ ഫൈനൽ പ്രാക്ടീസ് ഉണ്ടാവും. അല്ലാതെ പ്രാക്ടീസിനൊന്നും അങ്ങോട്ട് വരണ്ട. നമുക്ക് ഇവിടെ മുറ്റത്ത് ചെയ്യാം. 1-2 പേരെ കൂടെ ഞാൻ വിളിക്കാം.
അപ്പൊ നമുക്കൊരു ഇത് കിട്ടും, നിങ്ങൾക്ക് ഒരു അറപ്പക്കം കൂടെ മാറും കേട്ടാ. ഓക്കെ അല്ലേ? ഓക്കെ. സെറ്റ് ആണല്ലേ? തങ്കം ഉണ്ടല്ലോ. ഉണ്ടെന്നത് ഞാൻ വെറുതെ പറയുവോ? പിന്നെ സെറ്റ്. നീ കാല് മാറത്തില്ലല്ലോ. ശരി, വിളിച്ചാ മതി. നോക്കിപ്പോ. ആ, താങ്ക് യു. എന്റെ അമ്മേ, തുടങ്ങാം. എടി അപ്പൊ ഇതിപ്പോ നമ്മൾ ഇത്രയും പേര് അപ്പൊ എല്ലാരും വരുമെന്ന് ചേച്ചി മൊത്തം 20 പേരല്ലേ? അപ്പൊ വൃന്ദയ്ക്ക് നല്ല പോലെ അറിയാം, പക്ഷെ അമ്മയ്ക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഉള്ളവരോ? നമുക്ക് 3 പേർക്കും കൂടെ ഇപ്പൊ നല്ലപോലെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് അവിടെ പോയി എല്ലാവരും കൂടെ അവരെല്ലാവരും പഠിച്ചതാണോ? അവരെല്ലാരും പഠിച്ചതാ. അപ്പൊ നിങ്ങൾ 3 പേരും കൂടെ പഠിച്ചാ മതി. തുടങ്ങാം. ആദ്യം ഈ റൈറ്റ് കാലെടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കണം. എങ്ങനെയാ? ആദ്യം നിങ്ങളൊന്ന് കളിച്ച് റെഡി? 1. നമുക്കൊന്ന് കളിച്ച് കാണിക്കാം. ഞങ്ങൾ കളിക്കുന്നത് നോക്കിക്കോണേ. 1 2 3 4. 1 2 3 4 5 6 7 8. 1 2 3 4. 1 2 3. 1 2 3. ഇത് ഭയങ്കര വലുതാണ്. എന്റെ ചേച്ചി ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മളിങ്ങനെ പെട്ടെന്ന് കളിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഓക്കെ അല്ലേ? തങ്കം പഠിച്ചോ? ഇല്ല, ഞാൻ പഠിക്കാൻ വാ കളിക്കേ. സുലി ചേച്ചി നോക്ക്, കൈ ഇങ്ങനെ നോക്കാം. ഇനി 1. എങ്ങനെയാ? 1 കേട്ടാ. റെഡി? 1 2 3 4. 1 2. ചേച്ചി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയത്. ആ, റെഡി? 1 2 3 4. 1 2 3 4. ആ കൈ കേട്ടാ. റൈറ്റ്. ആ, ഒന്നുകൂടെ ചെയ്യാം. അത്രയും വരെ മനസ്സിലായില്ലേ? റെഡി? സിമ്പിൾ അല്ലേ ഇപ്പം? റെഡി? 1 2 3 4. എൻ തോഴി ഗുണശാലിനി കാന്തനോടെന്റെ. ഇത്രയും വരെ മനസ്സിലായില്ലേ? ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ കളിച്ചല്ലോ. അത് മനസ്സിലായി, ഞങ്ങൾക്ക് അറിയാലോ. ചേച്ചി കൊള്ളാം, കിട്ടിയില്ലേ? എത്ര? അപ്പൊ ഒന്നുകൂടെ. റെഡി? 1 2 3 4. എൻ തോഴി ഗുണശാലിനി കാന്തനോടെന്റെ. ഇനി റൈറ്റ്. ചോറിനണ കൈ. റൈറ്റ് കേട്ടാ. ചോറിനണ കൈ. 3 4. സന്ദപ്പ 1. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊങ്ങണം. ചേച്ചി ഇങ്ങനെയല്ല, ജസ്റ്റ് ഇങ്ങനെ മതി. 1 അത്ര മതി. റെഡി? ആ, അത് തന്നെ. സുലി ചേച്ചി ചെയ്യണ പോലെ ചെയ്യ്. റെഡി? ഓക്കെ അല്ലേ? 1 2 3 4. 1. ഈ കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഇടണം. അല്ലല്ല, ഇങ്ങോട്ട് ഇങ്ങനെ പിടിച്ചേ. ഇങ്ങനെ. റെഡി? 1 2 3 4. 1 2 3 4. 1 2 3. 1 2 3. എന്റെ അമ്മേ, ഓ കാലിന്റെ ദേമേ, ഇവിടെ ഇല്ലേ? ഈ തൊടയുടെ ഇവിടെയാണ് എന്റെ അമ്മോ. കൈയുടെ കോഴ. കൈ ആ, എന്റെ അയ്യാ, എന്തൊരു വേദനയമ്മേ. പിന്നെ എന്തായാലും തൈലം ഇട്ടിരിക്കുകയല്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നും കൂടെ നോക്കാം. കുറവില്ലെങ്കിൽ നാളെ വൈദ്യന്റെ അടുത്തൊന്ന് പോകാം. ഇത് 2 ദിവസം കൊണ്ട് മാറുമായിരിക്കും. ഞാൻ ഉള്ള കാര്യം പറയാലേ, നിന്റെ ശരീരത്തിന് ഒരു വഴക്കവും ഇല്ല. ഈ പുളുന്താൻ ശരീരം എന്നുള്ളതല്ലാതെ നിനക്ക് ഒരു ബലവും ഇല്ല. ഞാൻ പുളുന്താ ശരീരോ? പിന്നെ എന്താണ് എന്തോന്ന് ബലം ഇരിക്കുന്നത്? നിന്റെ ദേഹം ആണെങ്കിൽ നീ എന്തെങ്കിലും അമ്മ ചെയ്യും. പോയമ്മ, എന്റെ പുളുന്താ ശരീരം ഒന്നും അല്ല. അയ്യോ, എന്റെ ദേഹാണെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. ഡാൻസ് കളിക്കണില്ലായിരിക്കും, പക്ഷെ ഞാൻ ഈ പഞ്ചായത്തിൽ കൂടെയുള്ള നടപ്പ് മതിയല്ലോ. ഞാൻ ഏതൊക്കെ വഴിയൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ നിന്ന് പഞ്ചായത്ത് വരെ ഒന്ന് പോകും, തിരിച്ചിവിടെ വരും. അത് തന്നെയല്ല നിന്റെ ജോലിയാ. ആണോ? ആ കുന്നിന്റെ മണ്ടയിലോട്ടൊക്കെ ഒന്ന് കയറണം, അവിടുത്തെ വീടിലോട്ടൊക്കെ. ഞാൻ വെറുതെ പറന്നു പോകും അതിൽ കൂടി. ഈ ഡാൻസ് കളിച്ചിട്ടുള്ള വേദനയാ. പിന്നെ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു വേദനയുണ്ടോ? തത്താ പുത്താന്ന് പറഞ്ഞ് 2 സ്റ്റെപ്പ് വെച്ച ഉടനെ ഇത്രയും വേദന വരുമോ? അതൊന്നും അല്ല. അപ്പൊ ഞാൻ കുഞ്ഞിലേക്ക് എന്തോരം കളിച്ചേക്കുന്ന. അപ്പൊ അതോ? അയ്യേ, അത് പിള്ളേരുടെ നടന്ന് താ ഇതാണ്. അയ്യോ, അമ്മ ഓർക്കണില്ല? അമ്മ പണ്ട് ഇവിടെ ഒരു കരിയാപ്പിള്ള തൈ ഉണ്ടായി. അതിന്റെ ചോട്ടിൽ നമ്മ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേന് ഞാൻ അക്കരയിൽ നിന്ന് ഡാൻസ് കളിച്ച പാട്ട് അമ്മ ഇവിടെ കേട്ട് നമ്മ എത്ര പ്രാവശ്യം പറഞ്ഞു. ശലഭം ചിത്രശലഭം എന്ന് പറഞ്ഞ പാട്ട്. അങ്ങനെയൊന്നും അല്ല. നീ ലില്ലിയെ കണ്ട അടിസ്ഥാനമായിട്ട് പഠിക്കണം. അവളെ ശരീരം കണ്ട നല്ല ഉരുക്കാണ്. അതുപോലെ എന്നെ പഠിപ്പിക്കാൻ വിടണമായിരുന്നു.
പഠിപ്പിക്കാൻ വിട്ടാ പോണ മോള് അന്നത്തെ സ്വഭാവത്തിന്. കണ്ടതേ അല്ല അമ്മ അമ്മ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നോ? പിന്നെ അമ്മ നല്ലോണം ഡാൻസ് കളിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങ് ഇച്ചിരി കുറവായി പോയിന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് ഇന്നൂടെ നോക്കാം. നിങ്ങൾ കൊണ്ടിട്ട് തട്ടിയും മുട്ടിയൊന്നും വല്ലയിടത്തും പോയി തട്ടിയാ നീ ഒന്ന് പോയേമ്മ. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു വേദനയുണ്ട്. അതങ്ങനെ വേദന ഉണ്ടാവും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡാൻസ് കളിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് ഇതേപോലെ വേദന ഉണ്ടായിരുന്നു. ലില്ലി പറഞ്ഞു കുറച്ച് ദിവസത്തേക്ക് ഈ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞു. ലില്ലി പറഞ്ഞു. ഞാനതല്ല ഓർക്കണേ, ഈ വേദന വെച്ച് ഞാൻ എങ്ങനെ കളിക്കൂന്നാണ്. അല്ല അത് വേദന, ഈ ഡാൻസിന്റെ വേദനയാണെങ്കിൽ 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് ആരൊക്കെ ഇരുത്തി അതൊക്കെ മാറിക്കൊള്ളും. ഓ ഇതൊരു വല്ലാത്ത. എൻ്റെ അമ്മേ, ഇച്ചിരി ചൂട് പിടിച്ചാലോ? ചൂടാ? ആ, നീര് വെച്ചാലോ? ചൂട് പിടിച്ചാലും നീര് വെക്കുമോ? പിന്നെ ചിലപ്പോ നീര് ഉറഞ്ഞാലോ? തൈലിട്ടിരിക്കല്ലേ? ഭയങ്കര വേദന. ഈ കൈയൊന്നും അമ്മ ഒന്ന് ആക്കിക്കാമ. അവിടെ എല്ലാവർക്കും ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ വളയണതിന്റെയാണ് ഈ വശം വേദന എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ പക്കിനും ഉണ്ട് ഇവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ആക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നോക്കാൻ വയ്യ. കൈ അങ്ങ് പൊക്കി. ഇതൊരു വല്ലാത്ത വേദന. എന്തായാലും നമുക്ക് നാളെ വൈദ്യനെ കാണാൻ പോവാം. സമാനപ്പെടും. വൈദ്യൊന്നും കാണാൻ പോകണ്ട, ഞാൻ എന്തായാലും ഡാൻസ് കളിക്കണം. ഇന്ന് നാളെ ഇനിയിപ്പോ അവിടെയാ പ്രാക്ടീസ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. ഒന്ന് കിടക്ക്. അയ്യോ, നീ ചെറുക്കനെ വിളിച്ചിട്ടുണ്ടോ? ഇവൻ എന്നെ സമാധാനത്തിൽ കിടക്കാൻ സമ്മതിക്കൂല. കളിക്കാൻ പോയ രാത്രി എവിടെ പോയി കളിക്കാനാ? അപ്പുറത്ത് ചേച്ചിമാരുടെ അടുത്ത് പോയിരിക്കും. പോ. തിരുവാതിരയും കൂടെ കഴിഞ്ഞിട്ടേ എന്റെ മുടിയുടെ അറ്റൊന്ന് വെട്ടണം കേട്ടോ. അല്ലേ, വെട്ടാറായില്ലേ? കൊള്ളാം, നന്നായിരിക്കും. വരണോട്ടെ പറ്റും ഞങ്ങളുടെ തിരുവാതിര കാണാൻ. ആ ഞാൻ ആ സമയത്ത് അയ്യോ അവിടെ ഭയങ്കര തിരക്കായിരുന്നടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വരുന്നതൊന്നും പറയരുത്. ഞാൻ മാത്രമല്ല, ചേച്ചിയുടെയും സുലി ചേച്ചിയുടെയും ഒക്കെ ഉള്ളത്. ചേച്ചിയും സുലി ചേച്ചിയൊക്കെ ഇവിടെ നിന്റെ തിരുവാതിര കാണാൻ ഞാൻ വരുന്നത്. ഓ ഓ ഓ ചേച്ചിയൊക്കെ ആര് മൈൻഡ് ചെയ്യണേ? ഇങ്ങനെ പറയുകയും ചെയ്യും. നിന്റെ ആ ഒരു തിരുവാതിരയുടെ താമസിച്ചോണ്ടാണേ വിളിക്കുന്നത്. ഹലോ, ദേ ഇറങ്ങാൻ പോവാ. ഫസ്റ്റ് പോയി പണിതിറക്കാൻ പറ രണ്ടിനോടും. അല്ലല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അവരില്ലാന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇവരെ രണ്ടുപേരെയും നമ്മൾ പഠിപ്പിച്ച് ഇത്ര റെഡിയാക്കി എടുത്തത്. അയ്യോ ഇല്ല പറ്റൂല രമ്യേ. പറ പറ പറ, എനിക്ക് ഇവരോട് പറയാൻ പറ്റൂല. എത്ര നിർബന്ധിച്ച് അവരോട് രണ്ടുപേരോടും. അപ്പോഴൊക്കെ അവരെന്താ പറഞ്ഞ, ഈ ഡേറ്റ് പറ്റൂല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ ഇന്ന് ഫൈനൽ റിഹേഴ്സൽ ആയപ്പോ രണ്ടും കൂടെ വന്നേക്കുന്ന. ശരി, ഞാൻ ഇവരോട് എന്ത് പറയണം? അത് നീ പറ. എനിക്ക് പറയാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ രണ്ടുപേരുടെയും കാല് പിടിച്ചിട്ടാണ് രണ്ടുപേരും സമ്മതിച്ചത്. ചേച്ചി തന്നെ ചേച്ചിയുടെ എന്തോരം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെന്നറിയോ പ്രാക്ടീസിനൊക്കെ വന്നോണ്ടിരുന്നത്. അതുപോലെ സുലി ചേച്ചി. അയ്യോ അങ്ങനെ പറയല്ലേ. എന്ന് ഞങ്ങൾ 3 പേരും ഇല്ല. നിങ്ങൾ വേറെ എനിക്ക് പോരെ ഒരാളും കൂടെ റെഡിയാക്കിക്കോ. എന്തുവാണ് രമ്യത്? എന്ത് ഞാൻ എനിക്ക് വയ്യ എൻ്റെ കർത്താവേ. വിളിക്കാം. എന്തേ കേട്ടാ, എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. ഇവർ രണ്ടും ഇല്ലെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇവർ രണ്ടും ഇറക്കിയത്. അതല്ലേ ഞാൻ പറഞ്ഞത് ഏട്ടൻ കേട്ടില്ലേ? അവര് വരണ്ട, ഇവര് കളിക്കട്ടെന്ന് പറയണം. കാരണം ഇവരെ കയ്യും കാലം പിടിച്ചില്ലേ കൊണ്ടുപോയി നീ അവരെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. കയ്യും കാലം പിടിച്ചൊക്കെ രണ്ടുപേരെയും കൊണ്ടുപോയത്. പക്ഷെ രണ്ടും പൊട്ടച്ചൂത്തുകളായിട്ടാ, ഒട്ടും കളിക്കത്തില്ല. ചേച്ചിക്ക് കളിക്കും, പക്ഷെ ഭയങ്കര മറവിയാ ചേച്ചിക്ക്. സുലി ചേച്ചി ആണെങ്കിൽ കൈ ഇങ്ങോട്ട് എടുക്കാൻ പറഞ്ഞാൽ സുലി ചേച്ചി ഇങ്ങോട്ട് എടുക്കും.
ചേച്ചിയാണെങ്കിൽ എല്ലാം മറന്നു. ചേച്ചിയുടെ തലയിൽ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. ചേച്ചിയാണെങ്കിൽ എല്ലാം മറന്നുപോകും. ഞാനാണെ കണ്ണു കൊണ്ട് ഇങ്ങോട്ട് 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 എന്നൊക്കെ ഇങ്ങനെ കാണിക്കുക. പക്ഷെ അതാണ് 20 പേരും കൂടെ നിൽക്കുമ്പോ കറക്റ്റായിട്ട് അതുങ്ങളാണെങ്കിൽ നന്നായിട്ട് കളിക്കുമായിരുന്നു. അങ്ങനെ പയ്യോളടുത്ത് പറഞ്ഞു എങ്ങനെ പറയും ഏട്ടാ? കാര്യം പറയണം. ഓ എനിക്ക് പേടിയേട്ടാ. അറിയില്ല ഞാൻ. പറയണ്ട, മറ്റൊരു തിരിച്ചു വന്നായിരുന്നു പറയാ. അയ്യോ എനിക്ക് പേടിയാ. ചേച്ചിയുടെ സ്വഭാവം അറിയാല്ല. എന്ത് ചെയ്യും? എന്റെ നാപ്പുറത്തെ അമ്മ എനിക്കൊരു വഴി കാണിച്ചു തരണേ. ഇല്ല സാറേ, ഇല്ല സാറേ, ഇന്ന് എന്തായാലും വരും ഞാൻ. ഇങ്ങനൊരു ആവശ്യം ആയതുകൊണ്ടാണ്. ഇല്ല, അത് ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞ ശരി സാറേ, ശരി ഞങ്ങൾ ഇറങ്ങുവാണ്. ഓ, പഞ്ചായത്തിൽ നിന്ന് വിളിയോടെ വിളിയേച്ചിയെ പോകാം നമുക്ക്. പോവാറായ അവള് വന്നിറങ്ങാം. തങ്കം എനിക്ക് പേടിയാവണം. എന്തിനു? അല്ല, നമ്മൾ ഇന്നലെ ഇവിടെ റിഹേഴ്സലൊക്കെ ചെയ്ത് പഠിച്ചതല്ലേ? പഠിച്ചതൊക്കെ തന്നെ. ഞാൻ വീട്ടിൽ ചെന്ന് ഈ കണ്ണാടിയുടെ മുമ്പ് വെച്ച് ഒന്നും കൂടെ നോക്കിയേ. അപ്പോഴെനിക്കാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കിട്ടണില്ല. ഏത്? നമ്മൾ ഇങ്ങനെ 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 വന്നില്ലേ, പിന്നെ ഈ കൈ ഇങ്ങനെ പോകില്ലേ, അവസാനം ഒരു കറക്കം ഇല്ലേ, കറങ്ങിയിട്ട് ഇപ്പുറത്തോട്ട് പറഞ്ഞു. അതെനിക്ക് കിട്ടണില്ല തങ്കം. അയ്യോ, അത് ഭയങ്കര എളുപ്പമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എനിക്ക് ഈ സ്റ്റെപ്പ് പക്ഷെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് 2 പിന്നെ ഇത് പിന്നെ അല്ല, ഇത് ഇവിടെ ഇങ്ങോട്ട് തന്നെ 2. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? എന്നിട്ട് ഒരു കറങ്ങല്. അത്രയുള്ള അത് എന്തൊരു എളുപ്പം. അതെ, അയ്യോ ചേച്ചി, എന്റെ കാലേജ് തിരുവാരയില് സ്റ്റെപ്പ് കറങ്ങണ എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ്. വീണ ചേച്ചി ഹോസ്പിറ്റലിൽ പോണേ. നോക്കിക്ക് പതുക്കെ നോക്ക്. അമ്മേ പിടിക്കല്ലേ. ഇല്ല വലത്തേക്കാല നടക്കാൻ പോലും പറ്റില്ല. നീ ഞാനേ നടന്നേ. ചേച്ചി വേണ്ട അയ്യോ ദൈവമേ, ഞാനിങ്ങനെ തിരുവാതിര കളിക്കും. ചേച്ചി ഞാനിങ്ങനെ തിരുവാതിര കളിക്കും മോളെ. അമ്മയുടെ കുഴമ്പിട്ട് തിരുമ്മിയാ മാറും. പ്രാക്ടീസിന് പോവാം. ഇത് എക്സ്റേ എടുത്ത് നോക്കണം, എന്തെങ്കിലും കുഴപ്പമൊന്നും അറിഞ്ഞൂടാ. നീ കളിക്കാൻ പോണേ. നീ ചേച്ചി ഒന്ന് കളിച്ചു നോക്കിയേ ചേച്ചി. കാല് കുത്താൻ പറ്റണില്ലല്ലേ എനിക്ക്. നീ കളിക്കാൻ ചേച്ചിയൊക്കെ പൊയ്ക്കോ, അല്ല വേറെ എവിടെ കളിക്കാൻ പറ്റില്ല. സുൽചേച്ചിനായിട്ട് ഞാൻ പോവില്ല. തങ്കം ഇല്ലെങ്കിൽ ഞാൻ വരില്ല. എന്തുവാണ് സുലു ചേച്ചി പറയുന്നത്? നിങ്ങൾ 2 പേരും കൂടെ വരാതായ ഞങ്ങൾ അവിടെ എന്ത് ചെയ്യും? ചെല്ലേച്ചി, തങ്കം ഇല്ലാതെ ഞാൻ പോകൂല തങ്കം. സുലു ചേച്ചി ഇത് ചതിയാട്ടാ സുലു ചേച്ചി. നിങ്ങൾ 2 പേരും വരത്തില്ലെങ്കിൽ ഞാൻ അവിടെ പോയി എന്ത് പറയും? എന്റെ നാപ്പുറത്തുള്ള ഭഗവതി, നിങ്ങൾ എന്നെ ചതിച്ചല്ല. ഞാൻ വണ്ടി വിളിച്ചിട്ട് വരാമേ. നീ വേഗം ചെല്ല്. അവരോട് പറ, നിങ്ങള് 18 പേരായിട്ട് കളിക്ക്. പക്ഷെ എന്നാലും നീ വേഗം ചെല്ലാൻ നോക്ക്. ചേച്ചിക്ക് ഇങ്ങനെ പോവായിരുന്നു. അവക്ക് ഭയങ്കര വിഷമായിക്കോണം. Audience